മുരുകൻ കാട്ടാക്കട എഴുതി പന്തളം ബാലൻ ആലപിക്കുന്ന ഒരു ഗാനം. സർപ്രൈസ്. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കൊടുതന്നെൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരൂർമയാണെൻ്റെ മണ്ണിൻ പാവാടേക്കും അതു കാണി കളിയാക്കും ഇലനോമ്പുകൾ കളിയാടുന്ന പാടത്തെ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരൂർമയാണെൻ്റെ ഗംഭീരം ഗംഭീരം. എന്റെ ബാല്യം കുളിർന്നു, അരുണിന്റെ ബാല്യം കുളിർന്നിട്ടുണ്ടോ? എന്റെ ബാല്യം നന്നായി കുളിർന്നിട്ടുണ്ട്. ആ ബാല്യം വരെയാണെന്ന് തോന്നുന്നു. പക്ഷേ പ്രശ്നം അറിയോ, ഞാനിത് പറഞ്ഞ് ഞാൻ നാട്ടിൽ തന്നെ അടിക്കും. കാര്യം പ്രശ്നം 20 വയസ്സുള്ള പിള്ളേര് പറയുന്നത് അറിയോ, നിങ്ങൾക്ക് മാത്രമല്ല ഇത് തന്ത വൈബാണെന്നാ പറയുന്നത്. അന്നത്തെ സ്ലേറ്റിലെ എത്ര മഷിത്തൊണ്ട് കൊണ്ട് മാച്ചാനും മായാത്ത ഓർമ്മകൾ. അതിന്റെ മൂല ഇങ്ങനെ പൊട്ടിക്കും. ഞങ്ങളെ നാട്ടിൽ പറയുന്ന കത്തിപ്പിടി സ്ലേറ്റ്. അതിലിങ്ങനെ എഴുതും എത്ര പെൻസിലല്ലേ. എഴുതാൻ പറ്റും. അതൊരു കാലമായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വക്കുപൊട്ടിയ സ്ലേറ്റുമായിട്ട് ഇങ്ങനെ പോകുന്ന അന്തസ്സോടുകൂടി. പിന്നെ ഒരു അലൂമിനിയം പെട്ടിയുണ്ട്, പിടിച്ചിട്ടുണ്ടോ? അതുള്ളവ നല്ല ഭയങ്കര ഷൈൻ ചെയ്യും. നമ്മളെ കത്തിപ്പിടി സ്ലേറ്റും 2 പെൻസിൽ പോക്കറ്റിൽ വിട്ട് പിന്നെ മൂക്കളൊക്കെ അവിടെ ഇങ്ങനെ പോകുന്നൊരു കാലം. ആ കാലമായിരുന്നു വള്ളി നിക്കർ, കത്തിപ്പിടി സ്ലേറ്റ്, വള്ളി നിക്കർ. പിന്നെ പൊണ്ണത്തടി തയ്യൽ ടീച്ചറെ പാടത്തെ ചാലു ചാടിക്കുവാൻ നീട്ടും കരങ്ങൾ. ഒരൊറ്റ വരിയിൽ എന്തെല്ലാം ഓർമ്മകൾ ഇങ്ങനെ വന്നു വീണു. സംഭവം എന്ന് വെച്ചാൽ ഒരിക്കൽ ക്ലാസ്സില് 2-3 പോക്കറ്റില് സാർ നോക്കും മുട്ടായി അല്ല പുട്ടാണ്. നിങ്ങൾ വിചാരിച്ചു മറ്റേ കറക്ക് മുട്ടായി അതല്ല, പുട്ട്. ഒരു ദിവസം ഇവിടെ കൂടെ ഒഴുകുകയാണ്. പുട്ടല്ല, കൊഴുക്കട്ട. സ്കൂളിലേക്ക് വരുന്ന സമയത്ത് മാത്രമല്ല അന്നൊക്കെ ചില പ്രത്യേക മിഠായികളുണ്ട്. ഈ നൂല് മിഠായി, നൂലിങ്ങനെ കളർ മിഠായി ഇങ്ങനെ പിടിച്ച് നമ്മൾ നൂലിങ്ങനെ കറക്കും. അതുപോലെ ഈ ഞാവൽപ്പഴം, ഇവിടെ ഞങ്ങൾ തിരുവനന്തപുരം ഞാറപ്പഴം എന്ന് പറയും. അതിങ്ങനെ പെറുക്കി നമ്മൾ പോക്കറ്റ് ഇടും. പോക്കറ്റ് ഇങ്ങനെ പൊത്ത് കിടക്കും, അതുകൊണ്ട് ഇങ്ങനെ ചുവന്നു വരും. പൊത്ത പോക്കറ്റിലൂടെ ഊർന്നു പോകുന്ന ഒരു ഞാറപ്പഴത്തിന്റെ കട്ടിച്ചുവപ്പ് അല്ലേ? ഓർമ്മകളൊക്കെ പക്ഷേ ശരിയാണ് മുരുകൻ പറഞ്ഞതുപോലെ. പുതിയ